ഇന്ന് നമുക്ക് പ്യുവർ കാഞ്ചീപുരത്തിൽ ബ്രൊക്കേഡ് വീവ് പാറ്റേൺ വരുന്ന, അതായത് ഒരു എംബോസ്ഡ് വീവ് പാറ്റേൺ വരുന്ന സാരീസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും വരുമ്പോൾ ഒരു 9,000 10,000 അല്ലെങ്കിൽ എബവ് 10,000 ഒക്കെ റേഞ്ചിലാണ് നമുക്ക് വരാറ്. അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമുക്ക് പ്യുവറിൽ വന്നിരിക്കുന്ന സാരീസാണ്. അതിനകത്ത് സെൽഫ് ത്രെഡ് എംബോസ്ഡ് ഇങ്ങനെ ത്രെഡ് വ്യൂ വന്നിരിക്കുന്ന ഡിസൈൻസ്. ഇത് നമ്മുടെ പ്യുവറിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പം ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് സെമിയിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് വരുമ്പോൾ കണ്ടോ നമുക്ക് 2,380 റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതിനകത്ത് കണ്ടോ. ഇതേപോലെ ഈ ത്രെഡ് എംബോസ്ഡ് ത്രെഡ് വെച്ചിട്ടുള്ള സാരീസാണ് വന്നിരിക്കുന്നത്. ഇത് പ്യുവർ സെമിയിൽ വന്നിരിക്കുന്നതാണ്. 2,380 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ, കസവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല, കാരണം ഇത് ലിമിറ്റഡ് പീസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിലുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. ഇത് ചിലപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനിരുന്നാലും ചിലപ്പം പീസസ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണുന്നവർ ഓൺലൈനിൽ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന പുതിയ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ. തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ചെറുപയർ പച്ചയുടെയൊക്കെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 1. ഇതാണ് ഓൾ ഓവർ ദ ബോഡി. ഇതേപോലെ ഒരു എംബോസ്ഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇതൊരു ത്രെഡ് വീവ് ഡിസൈൻ ആട്ടോ ബോഡിയിൽ വന്നിരിക്കുന്ന. ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ്. നമുക്ക് നല്ല ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ബാക്ക് സൈഡും വന്നിരിക്കുന്നത്. സാരി നമ്പർ 1 2,380 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. മുന്താണി വരുമ്പോൾ ഇത് വരും. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസാണ്. സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. ടാസിൽസൊക്കെ കെട്ടിയിട്ടുണ്ട്. സാരി നമ്പർ 1. ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ ആയിരിക്കും. അടുത്ത് വരുന്ന സാരി നമ്പർ 2 നല്ലൊരു മെറൂൺ ഷെയ്ഡ്. ഒരു അതായത് ബേസ് കളറിനേക്കാളും അല്പം കൂടെ ലൈറ്ററായിട്ടുള്ള ത്രെഡ് വ്യൂ വർക്കാണ് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 2 മെറൂൺ. സാരി നമ്പർ 3 ഒരു പിങ്ക്. സാരി നമ്പർ 3 ഒരു പിങ്ക്. സാരി നമ്പർ 3 പിങ്ക്. മുന്താണിയുടെ ഡിസൈൻ ഇത് വരും. ബോഡിയുടെ ഡിസൈൻ ഇങ്ങനെ. ഇപ്പോൾ ഇങ്ങനെ ത്രെഡ് വ്യൂ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കസവിൻ്റെ വർക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എവിടെ വേണേലും ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. സാരി നമ്പർ 3 നല്ല സാരീസ് ആട്ടോ. നല്ല സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സുമാണ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 4. ഇതൊരു ബ്ലൂ ആൻഡ് പേർപ്പിൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെ വന്നിരിക്കുന്ന സാരിയാണ്. സാരി നമ്പർ 4 ഉണ്ടോ. ഒരു ബ്ലൂവും പേർപ്പിളും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 4. സാരി നമ്പർ 5 കണ്ടോ. ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് ഒരു പർപ്പിൾ ബ്ലെൻഡ് ടോണാണ് വന്നിരിക്കുന്നത്. ഒലിവ് ഗ്രീനും ഒരു പർപ്പിളിൻ്റെ ഒരു വ്യൂവും കൂടെ കയറി വന്നിട്ടുണ്ട്. സാരി നമ്പർ 5. അതായത് അതിനകത്ത് ഒരു പർപ്പിളിൻ്റെ ത്രെഡ് വ്യൂ ഉണ്ട്, എന്നിട്ട് ആ ഒലിവ് ഗ്രീൻ്റെ തന്നെ ഒരു ലൈറ്റർ ടോണിൽ വന്നിരിക്കുന്ന ത്രെഡ് വ്യൂ ഉണ്ട്. സാരി നമ്പർ 5. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അറിയായിരിക്കും, ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരും കേട്ടോ. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. സാരി നമ്പർ 6.
ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ, സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോഴും ഒരു പിങ്ക്, ഇതേ നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക്, സാരി നമ്പർ 7. ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെ വരും, സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ലാവൻഡറിൻ്റെ ഒരു ലൈറ്റർ ടോൺ, അതിനകത്ത് അതിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആട്ടോ, ലാവൻഡറിൻ്റെ ലൈറ്റർ ടോൺ, അതിനകത്തെ കൂടെ ഇത് കണ്ടോ ഒരു സെറിയുടെ ഒരു വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ഇൻ ബിറ്റ്വീൻ ബുട്ട ഡിസൈൻസ് വരും. അതേപോലെ തന്നെ ബോഡിയിലും ഇതുപോലെ ഒരു സെറിയും ത്രെഡും കൂടെ, മുന്താണിയിൽ സെറിയുടെയും ത്രെഡിൻ്റെയും കൂടെ ഒരു വർക്കാണ്. പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. ഇതിൻ്റെ ബോഡിയിൽ ഈ ഒരു വർക്ക് ഇങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വരും, ലൈറ്റ് ലാവൻഡർ ടോൺ. സാരി നമ്പർ 8. സാരിയുടെ നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ. സാരി നമ്പർ 9 വരുമ്പോൾ നോക്കിയാൽ നല്ലൊരു പർപ്പിൾ ടോൺ, സാരി നമ്പർ 9. സാരി നമ്പർ 9 നല്ലൊരു പർപ്പിൾ ടോൺ. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു ലാവൻഡർ പർപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്, അതിനകത്ത് ഇതേപോലെ ഒരു ബ്ലൂ സെറിയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു ബ്ലൂ സെറിയുടെ വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്, സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോൾ നല്ലൊരു ഗ്രീൻ, സാരി നമ്പർ 11 ഒരു ഗ്രീൻ, അതായത് ഒരു പീക്കോക്ക് ഗ്രീനിനോടൊക്കെ സാമ്യമുള്ളൊരു ഷെയ്ഡ്. അതിനകത്ത് വരുമ്പോൾ അതിൻ്റെ ബോർഡറിൽ കണ്ടോ ഒരു സിൽവർ സെറിയുടെ ഒരു വ്യൂ പാറ്റേണും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അതിനകത്ത് മുന്താണി വരുമ്പോഴും മുന്താണിയിലും സിൽവർ സെറിയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. ബാക്കി ബോഡിയിലെല്ലാം ത്രെഡ്. സാരി നമ്പർ 11. സാരി നമ്പർ 12-ൻ്റെയൊക്കെ കളർ കണ്ടോ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് അല്ലേ, ഒരു സീ ഗ്രീനും ഒരു വേറൊരു ടോണും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന പോലെയുള്ളൊരു ഷെയ്ഡ് കേട്ടോ. അത് ഇങ്ങനെ വരുവേ, സീ ഗ്രീനും ഒരു ലൈറ്റ് ബ്രൗണും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്, സാരി നമ്പർ 12. അതിനകത്ത് ഇപ്പോൾ ബോഡിയിൽ നിങ്ങൾ ഇങ്ങനെ ഈ വീവ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിനകത്ത് ആ സീ ഗ്രീനിൻ്റെ ഒരു വീവും അതേപോലെ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ നടുക്കേ കൂടെ ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ ഒരു വീവും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടൊരു ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നും. സാരി നമ്പർ 12. ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന കളറായിരിക്കും കേട്ടോ കറക്റ്റ് കളറ്. സാരി നമ്പർ 13 വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിനകത്ത് ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ. ഇത് ത്രെഡിൻ്റെ വീവാണ്, ഒരു പീക്കോക്ക് ബ്ലൂ പോലെയുള്ള ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈൻ. മുന്താണിയിലും ആ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് അത്, മുന്താണിയിലെ ആ ഒരു പാറ്റേണൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 13. സാരി നമ്പർ 14 വരുമ്പോൾ എഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ, പേസ്റ്റൽ ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനിൻ്റെ ഒരു ടോൺ കേട്ടോ. സാരി നമ്പർ 14 ഒരു പിസ്ത ഗ്രീൻ ടോൺ. 14 പിസ്ത ഗ്രീൻ. ഇതെല്ലാം ത്രെഡിൻ്റെ തന്നെ വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 14 പിസ്ത ഗ്രീൻ. സാരി നമ്പർ 15 വരുമ്പം ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ഗ്രീനിഷ് ടോൺ.
എന്താ ഒരു സീ ഗ്രീൻ്റെ ഒക്കെ നല്ലൊരു ലൈറ്റായിട്ടുള്ള ടോൺ. 15. നമുക്ക് ഇച്ചിരി ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ, നല്ലൊരു ലൈറ്റായിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ. അതായത് ഒരു സീ ഗ്രീൻ്റെ ഒക്കെ ഭയങ്കര ലൈറ്റർ ഷെയ്ഡ് എന്ന് പറയാം. 15. 16 അഗെയിൻ നല്ലൊരു ഗ്രീൻ, ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ. 16. 16 നല്ലൊരു ഗ്രീൻ ടോൺ. 17 ഒരു ബ്രൗൺ. 17 ബ്രൗൺ. 2380 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. 17 ബ്രൗൺ. 18 വരുമ്പോഴും ഒരു ഗ്രീനിൻ്റെ ഒരു ലൈറ്റർ ടോൺ. 18 ഒരു ഗ്രീനിൻ്റെ ലൈറ്റർ ടോൺ. അതൊക്കെ നല്ലൊരു റയർ ഷെയ്ഡാട്ടോ, നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. 18 ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ത്രെഡ് വീവ് ഡിസൈൻ വരും. ഇത് നമുക്കിങ്ങനെ വളയിലൊന്നും അടക്കുന്ന ടൈപ്പ് ഡിസൈൻ അല്ല കേട്ടോ. 19 നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. 19 ബ്യൂട്ടിഫുൾ പിങ്ക് ടോൺ. 19 ഫുൾ ബോഡി നമുക്ക് ഈ ത്രെഡ് വീവ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. 19 20 വരുമ്പോൾ ഒരു യെല്ലോ, അതായത് ഒരു ഗോൾഡൻ ബ്ലെൻഡ് യെല്ലോ. സാരി നമ്പർ 20. സാരി നമ്പർ 20. 21 അഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീൻ. 21 ഒരു പേസ്റ്റൽ ഗ്രീൻ. ഇതൊക്കെ കണ്ടോ, ശരിക്കും നമ്മുടെ ഒറിജിനൽ കാഞ്ചീപുരത്തിൽ വരുന്ന അതേ പാറ്റേണിലാട്ടോ അതിൻ്റെയൊക്കെ ഡിസൈനും. 21 അതിൻ്റെ ബോർഡറിലും ചെറിയ ഇങ്ങനെ ത്രെഡ് വീവ് ഡിസൈൻ വന്നിട്ടുണ്ട്. 21 പേസ്റ്റൽ ഗ്രീൻ. നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് കളറാണോ? നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. 22 ലാവൻഡർ. 22 ലാവൻഡർ. ലാവൻഡർ ബോഡിയിൽ ഇങ്ങനെ വരും. ഇതിനൊരു ബോർഡർ ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 22 ലാവൻഡർ. ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ എല്ലാം. ഈ സാരിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലും ആണ്, എന്നാൽ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയൊരു ഗ്രീൻ ചേർന്ന ഒരു യെല്ലോ, അല്പം ഒരു ഗ്രീനിഷ് ബ്ലെൻഡ് ഒരു യെല്ലോ. ഇതിൻ്റെ ഈ ഒരു തേര് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ ഗ്രീനിഷ് വരുന്ന ഒരു യെല്ലോ. 23. 24 തീർന്നു കേട്ടോ, ലാസ്റ്റ് സാരിയാണ്. 24 ഇതൊരു ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഇതേപോലെ ഒരു ബ്ലൂ സെറി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ ഒരു സെറി വ്യൂ പാറ്റേൺ. 24 മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് പ്ലെയിൻ. ഡാർക്ക് പർപ്പിളാണ് ഇതിൻ്റെ കളർ വരുന്നത്. അതായത് നമ്മുടെ ഗ്രേപ്പിൻ്റെയൊക്കെ ഔട്ടർ സ്കിന്നില്ലേ, അതേപോലത്തെ ഒരു കളറ്. 24 ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ
ഈ സെമി സിൽക്കിൽ ബ്രൊക്കേഡ് വ്യൂ പാറ്റേൺ വന്നിരിക്കുന്ന, ബ്രൊക്കേഡ് അല്ല എംബോസ്ഡ് വ്യൂ പാറ്റേൺ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. ഇത് വെബ്സൈറ്റിലുണ്ടാവില്ല. ഡയറക്റ്റ് ഷോപ്പിൽ വന്നാലും ഇത് ചിലപ്പോൾ നമുക്ക് ലിമിറ്റഡ് പീസസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ആയിരിക്കില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ചിലപ്പോൾ നോക്കി വരുമ്പോൾ കടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അത് കാണുന്നവർ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.